ഹലോ സുഹൃത്തുക്കളെ, ഇതെൻ്റെ പ്ലസ് ടു തുല്യത ക്ലാസ് കഴിഞ്ഞ സെൻഡ് ഓഫിൻ്റെ പരിപാടിയാണ്. വളരെ സന്തോഷത്തോട് ആഹ്ലാദപൂർവ്വം ഞങ്ങൾ ആ പരിപാടിക്ക് വേണ്ടി തലേ ദിവസം പോയി ക്ലാസ് റൂമൊക്കെ അലങ്കരിച്ച് ടീച്ചർമാർക്കുള്ള മൊമെൻറ്റോ ഒക്കെ നീക്കി വെക്കലും. അന്നീല സാരി എടുത്ത ടീച്ചറാണ് കേട്ടോ. അത് എൻ്റെ കൂട്ടുകാരും ഞങ്ങളെല്ലാവരും കൂടെ തളിക്കുളം ഗവൺമെൻറ് ഹൈസ്കൂളിലായിരുന്നു പരിപാടി. ഈ ചേച്ചി സുന്ദരി ചേച്ചി കേട്ടാ, ബലൂൺ മുപ്പര് കുറിപ്പിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ ക്ലാസ് റൂമൊക്കെ അലങ്കരിച്ച് നല്ല സെറ്റപ്പ് ആക്കിയെടുത്ത് തലേ ദിവസം പോയിട്ട് ഈ റിബൻ്റെ പരിപാടി എനിക്ക് ഉള്ളതാണ് കേട്ടോ. അങ്ങനെ എല്ലാവരും ഞങ്ങൾ വളരെ സന്തോഷത്തോടു കൂടി തലേ ദിവസം പോന്നു. പിറ്റേ ദിവസം ഞങ്ങൾ ക്ലാസ് കോമ്പൗണ്ടിൽ നിന്ന് ഇങ്ങനെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങളൊരു നല്ലൊരു ദിവസമായിരുന്നു അന്നത്തെ ദിവസം. കൂട്ടുകാരൊക്കെ ആയി എല്ലാവരും നല്ല സുന്ദരികളും സുന്ദരന്മാരൊക്കെ ആയിട്ട് വന്ന് ചെറിയ 17 വയസ്സ് ഉള്ള പ്ലസ് ടു കുട്ടികളെക്കാളും ഊർജ്ജസ്വലതയോടെയാണ് ഞങ്ങളെ കോമ്പൗണ്ടിൽ ചിലവഴിച്ചത്. വളരെ സന്തോഷപൂർവ്വം കാലത്ത് വെൽക്കം ഡ്രിങ്ക്, ഉച്ചക്ക് ഭക്ഷണം, ബിരിയാണി, പായസം. ഫോട്ടോയ്ക്കൊക്കെ പോസ്റ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ എൻ്റെ സുഹൃത്തുക്കൾ. എൻ്റെ ഏറ്റവും നല്ല സുഹൃത്തുക്കളാണ് ഇവരെല്ലാവരും. അങ്ങനെ നല്ല സന്തോഷത്തോടു കൂടി ഞങ്ങൾ അന്ന് കുറച്ച് പേര് ഒപ്പന കളിക്കലും ഡാൻസ് കളിക്കലും കോൽക്കളി കളിക്കലും. ഇതെൻ്റെ പ്രിയപ്പെട്ട സുന്ദരിയേച്ചി സെറ്റ് സാരിയൊക്കെ എടുത്ത് സുന്ദരിയായിട്ട് വന്നതാണ്. അപ്പം ഞാൻ കെട്ടിപ്പിടിച്ച് ആശ്ലേഷിക്കുകയാണ് ചേച്ചിനെ. ചേച്ചിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്നെ. അതുപോലെ തന്നെ അടുത്ത മറ്റെല്ലാ സുഹൃത്തുക്കളും ഞങ്ങളെ സ്കൂൾ കോമ്പൗണ്ടിലുള്ള ഒരു മരത്തണലാണ്. ഇതെൻ്റെ പ്രിയ സുഹൃത്ത് ദയാനി. അത് കണ്ട് പിന്നെ ഫോട്ടോ എടുക്കാൻ വരികയാണ് എൻ്റെ സജി ദേവി. അത്ര നല്ല സുഹൃത്തുക്കളാണ് ഇവരിൽ. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഫോട്ടോസിന് പോസ് ചെയ്തിട്ടും നല്ല സന്തോഷത്തോടു കൂടി ഇരിക്കുകയായിരുന്നു അന്നത്തെ ദിവസം. ഇത് ഞാനും എൻ്റെ സുഹൃത്തും എൻ്റെ സുഹൃത്തായ സജി ദേവിയും നദീറയും കൂടിയിട്ടുള്ള 17ൻ്റെ പൂങ്കരലെ എന്നുള്ള ഡാൻസാണ് ക്ലാസ് റൂമിൽ യാത്രയായി. പിന്നെ ടീച്ചർമാരും ഞങ്ങളെല്ലാവരും നോക്കി നിൽക്കുമ്പോൾ എന്തടിപൊളിയായിട്ടാണ് അവർ കളിച്ചിരുന്നത്. ഞങ്ങളാണ് കേട്ടോ അവരെ ഒരുക്കി കൊടുത്തതൊക്കെ. നല്ല സൂപ്പറായിട്ട് അവർ കളിച്ച് നല്ല കയ്യടി മേടിക്കുന്നൊരു ഇതായിരുന്നു. ഇതാണ് എൻ്റെ ഒപ്പന ടീം. സുന്ദരേച്ചിയാണ് മണവാട്ടി. സുന്ദരേച്ചിനൊക്കെ ഞങ്ങൾ സുന്ദരിയാക്കി. ക്ലാസ് റൂമിലൊക്കെ എല്ലാ കൂട്ടുകാരും ഇങ്ങനെ നിരന്ന് നോക്കിയിരിക്കുകയാണ്. എൻ്റെ സിന്ധു ടീച്ചറാണ് ദീപം കൊളുത്തിയത്, ഉദ്ഘാടനം നിർവഹിച്ചത്. ഇത് സുന്ദരേച്ചിനെ എൻ്റെ സഹപാഠി സുജിത്ത് ആണ് ആശ്ലേഷിക്കുന്നത്. നദീറ എൻ്റെ പൊളിറ്റിക്സ് ടീച്ചർ, അനിത ടീച്ചർ. സുന്ദരി ചേച്ചി നല്ല സന്തോഷത്തിലാണല്ലോ നിൽക്കുന്നത്. സുന്ദരി ചേച്ചി ഇത് ഞങ്ങളെ കൂട്ടുകാരെല്ലാവരും കൂടിയിട്ടുള്ള ഒരു ഫോട്ടോസാണ് കേട്ടോ എൻ്റെ കൂട്ടുകാർ. ഇത് ഞാൻ തലേ ദിവസം ഒരു ഷോയ്ക്ക് വേണ്ടി നിന്നെടുത്ത ഫോട്ടോ ആണ്. ഇതെൻ്റെ ക്ലാസ്സിലെ മോട്ടിവേഷനും കൂടിയായ മനോജാണ് സംസാരിക്കുന്ന. ക്ലാസ്സിലെല്ലാവരും പ്രാർത്ഥനയിൽ അനങ്ങാതെ നിൽക്കുകയാണ്. ഇത് എൻ്റെ സുഹൃത്ത് ഷോല. സിന്ധു ടീച്ചർക്കുള്ള മൊമെൻ്റ് കൊടുക്കുകയാണ്. എൻ്റെ സുഹൃത്തുക്കളായിട്ട് ഞങ്ങൾക്ക് ഫോട്ടോ എടുത്തിട്ട് മതിയാവാത്ത ഇതിലായിരുന്നു. ഇതെൻ്റെ ടീച്ചർമാരാണ് എല്ലാവരും. നല്ല സന്തോഷത്തിലാണ്. ഇങ്ങനൊരു അവസരം നമ്മളെ ജീവിതത്തിൽ കിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ഞങ്ങളെല്ലാ പരിപാടിയും സന്തോഷമാക്കിയിട്ട് ഫോട്ടോസൊക്കെ എടുത്ത് കോമ്പൗണ്ടിലൊക്കെ നിന്ന് നല്ല സന്തോഷമായിട്ടാണ്. നമുക്ക് ഇതെന്നെ എന്നെ തുല്യതാ പഠനത്തിന് ചേർത്തിയ എൻ്റെ സഹപാഠിയായ സീമയാണ്. ഇതെൻ്റെ സുഹൃത്താണ്. എല്ലാവരും നല്ല സന്തോഷത്തിൽ നമ്മൾ കിട്ടുന്ന അവസരങ്ങളൊന്നും പാഴാക്കരുത്. ഇന്നലത്തെ ദിവസം നമുക്ക് ഇന്ന് കിട്ടിയെന്ന് വരില്ല. സമയം ഒരിക്കലും നമ്മളെ കാത്തു നിൽക്കില്ല. നമ്മൾ സമയത്തിന് പുറകെ ഓടിക്കൊണ്ടിരിക്കണം. നല്ല സന്തോഷത്തിലാണ്. നിങ്ങൾക്കും എൻ്റെ കൂട്ടുകാരായ നിങ്ങൾക്കും ഇങ്ങനെയൊക്കെ ഒരു അവസരം കിട്ടുകയാണെങ്കിൽ അതെല്ലാം ഉപയോഗിക്കണം. നമുക്ക് നാണോ പേടിയോ ഭയമോ ഒന്നുമില്ലാതെ നല്ല അടിച്ചു പൊളിച്ചിട്ടുള്ള ഒരു സന്തോഷമായ ദിവസത്തിലേക്ക് ദിവസമായിട്ട് നമ്മൾ മുന്നോട്ട് പോകണം. ഇതെൻ്റെയും കൂട്ടുകാരുടെയും ഒപ്പനയാണ്. നല്ല കൈഡിയാണ് ഞങ്ങൾ മേടിച്ചത്. ആരോടും നല്ല സർപ്രൈസായിട്ട് വെച്ചിരുന്നതാണ് ഒപ്പന. അങ്ങനെ ഞങ്ങൾ കളിച്ചു, ഞങ്ങൾ സൂപ്പറായി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങളെ കോൽക്കളി ഉണ്ടായിരുന്നു.
അപ്പോൾ നല്ല സന്തോഷമായി. മറക്കാനാവാത്തൊരു നിമിഷമായിരുന്നു ആ ദിവസം സന്തോഷത്തിൻ്റെ. എനിക്ക് തന്നെ വീണ്ടും എത്ര വട്ടം ഞാൻ എൻ്റെ ഒപ്പന കണ്ടുവെന്ന് അറിയാൻ പറ്റില്ല, അത്രക്കും. എൻ്റെയും എൻ്റെ കൂട്ടുകാരുടെയും കോൽക്കളിയാണ്. അടിച്ചു പൊളിച്ചു മക്കളെ ഞങ്ങൾ, സൂപ്പറായി ആയി. നല്ല സന്തോഷത്തിലും സ്നേഹത്തിലും സൗഹാർദ്ദത്തിലും കൂട്ടുകാരായിട്ട് ഒത്തൊരുമിക്കാൻ പറ്റിയ നല്ലൊരു സന്ദർഭമായിരുന്നു ഞങ്ങളെ സെൻഡ് ഓഫ്. ടീച്ചർമാരെല്ലാവരും വരലും ഞങ്ങൾ കൂട്ടുകാരെല്ലാവരും സന്തോഷമായിട്ട് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കലും ഒരുമിച്ച് ഫോട്ടോ എടുക്കലും അങ്ങനെ നല്ലൊരു ദിവസം തന്നെയായിരുന്നു. അതെല്ലാം എൻ്റെ കൂട്ടുകാരെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. ഞങ്ങൾ ടീച്ചർമാർക്ക് കൊടുക്കുന്ന മൊമെൻറ്റും ഇത് ഞങ്ങളെ ഫ്ലെക്സാണ്.